Hi friends, welcome to Garam Masala, the magic spices of cooking. മലബാർ ബീഫ് ദം ബിരിയാണി. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. റൈസിന് വേണ്ട ചേരുവകൾ: ജീരശാല റൈസ് 500 ഗ്രാം, നെയ്യ് 4 ടേബിൾ സ്പൂൺ, ഉപ്പ്, വെള്ളം 3 കപ്പ്, ഏലക്ക 3-4 എണ്ണം, പട്ട 2-3 പീസ്, ഗ്രാമ്പു 4 എണ്ണം, ബേ ലീവ്സ് 2 എണ്ണം. ബിരിയാണി പൗഡറിന് വേണ്ട ചേരുവകൾ: പട്ട 2 ഇഞ്ച് നീളമുള്ള 2 പീസ്, ഏലക്ക 4-5 എണ്ണം, ഗ്രാമ്പു 5-6 എണ്ണം, ജാതിപ്പൂ 2-3 എണ്ണം, ജാതിക്ക 1 എണ്ണം, വലിയ ജീരകം 1 ടീസ്പൂൺ, സഹജീരകം 1 ടീസ്പൂൺ, തക്കോലം 1 എണ്ണം. ബിരിയാണി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: ബീഫ് 750 ഗ്രാം, സവോള 3 കപ്പ്, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 ടേബിൾ സ്പൂൺ, തക്കാളി 1 കപ്പ്, തൈര് 1/2 കപ്പ്, മല്ലിയില, പുതിന ഇല, നെയ്യ് 50 ഗ്രാം, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, കസ്കസ്, കാഷ്യൂനട്ട് ഇവ ഒന്നിച്ച് അരച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്, വലിയ ജീരകം പൊടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണലാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ട ചേരുവകൾ: സവാള 3 എണ്ണം, കാഷ്യൂനട്ട്സ് 100 ഗ്രാം, റൈസൻസ് 100 ഗ്രാം, പൈനാപ്പിൾ 1/2 കപ്പ്, നെയ്യ് 4-5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല പൗഡർ 1 ടീസ്പൂൺ, മല്ലിയില, പുതിന ഇല. ആദ്യം നമുക്ക് ഹോൾ സ്പൈസസ് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം തണുപ്പിച്ച് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ പട്ട, ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, വലിയ ജീരകം, സഹജീരകം, തക്കോലം ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ദം ചെയ്യാൻ വേണ്ട വെസലിലോട്ട് എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയി ചേർത്ത് കൊടുക്കാം. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പുതിന ഇല, മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ലൈം ജ്യൂസ്, കസ്കസ്, കാഷ്യൂനട്ട് ഇവ അരച്ചെടുത്ത പേസ്റ്റ്, തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 50 ഗ്രാം നെയ്യ് ഒഴിക്കണം. നമുക്കിത് കൈ ഉപയോഗിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. ഇനി നമുക്ക് ഗാർണിഷിംഗ് ഐറ്റംസ് തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം.
ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം റൈസൻസ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കാഷ്യൂ നട്ടും റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ നെയ്യ് ഒഴിച്ച് നമുക്കിനി സവാള റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 3 വലിയ സവാളയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവയെല്ലാം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കണം. ബീഫിൽ ഓൾറെഡി വെള്ളമുണ്ട്. ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു പാനിലോട്ട് 3 കപ്പ് വെള്ളം എടുക്കണം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. അതിനുവേണ്ടി 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഈ വെള്ളത്തിലോട്ട് ഹോൾ സ്പൈസസ്, നെയ്യ്, ഉപ്പ് ഇവ ചേർക്കണം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇവയാണ് ഞാൻ സ്പൈസസ് ആയി ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല അരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. ഇത് 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 80% മുകളിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിരിയാണി മസാലയുടെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം ചേർക്കണം. അതിന്റെ മുകളിലായി റൈസിന്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷിംഗ് ഐറ്റംസ് ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്യാം. അതായത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്, റൈസൻസ്, സവാള, മല്ലിയില, പുതിന ഇല, കാൽ ടീസ്പൂൺ ബിരിയാണി മസാല, നെയ്യ്, കുറച്ച് പൈനാപ്പിൾ പീസസ്, ഇവ ചേർക്കണം. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് ബാക്കിയുള്ള റൈസ് ചേർക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. അവസാനമായി ബാക്കി വന്ന റൈസ് ഏറ്റവും മുകളിലായി വയ്ക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി നെയ്യ് ഒഴിക്കണം.
1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടെ ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ബിരിയാണിക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. സാധാരണയായി കനൽ വെച്ചാണ് ബേക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലായി നമ്മൾ ദം ചെയ്യാനെടുത്ത പോട്ട് വെക്കണം. ഇത് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട്. നമുക്കിനി റൈസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ സെർവിങ് പോട്ടിലോട്ട് മാറ്റാം. കാഷ്യൂ നട്ട്സും റൈസൻസും സവാളയും എല്ലാം വെച്ച് ഗാർണിഷ് ചെയ്ത ഒരു പോട്ടിലോട്ടാണ് ഇതിനെ മാറ്റേണ്ടത്. 2 പീസ് ബീഫും ആവശ്യാനുസരണം റൈസും ചേർത്ത് നമുക്ക് ഇതിലോട്ടെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മലബാർ ബീഫ് ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സാലഡ്, ഡേറ്റ് പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.